ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله المولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, വന്യരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുദീർഘമായി സംസാരിക്കാനുള്ള സമയമല്ല. മണിക്കൂറുകളോളമായി അള്ളാഹുവിന്റെ അപമാനമായ പള്ളിയിൽ ഏതികാവ് നിയത്തോടു കൂടി നാമൊക്കെ ഏറ്റവും മഹത്തായ ഒരു സദസ്സിലാണ് നാം ഉള്ളത്. സ്വലാത്തിന്റെ സദസ്സ് നമുക്കറിയാം, എത്രയോ വലിയ മഹത്വമുള്ള സദസ്സാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 2 മണിക്കൂറോളമായി നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ ഓരോ അവയവങ്ങളൊക്കെ എല്ലാ ജാതി തെറ്റുകളിൽ നിന്നും സദാ മറ്റുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ കണ്ണുകളൊക്കെ മൊബൈൽ നോക്കിക്കൊണ്ട് അതുപോലെ മറ്റെല്ലാം ചിന്തിച്ചുകൊണ്ട് നാം ഒക്കെ തെറ്റിൽ മുഴുകി കളിക്കുന്ന സമയത്ത് ഇപ്പോൾ അങ്ങനെയല്ല. ഈ 2 മണിക്കൂറോളമായി ഏറ്റവും പരിശുദ്ധമായ സദസ്സിലും മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വലാത്തിലായ സദസ്സിലും അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ നാം ഇരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടേതായിരിക്കുന്ന ഇരുത്തത്തിനെയും ഈ സ്വലാത്തിനെയും ഈ സൽക്കർമ്മങ്ങളെയും അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായിരിക്കുന്ന എല്ലാ മുറാദും അള്ളാഹു ഹസനാക്കി തരുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദുആക്ക് ഇജാബത്തുള്ള ഒരു സദസ്സാണ് എന്ന് സംശയമില്ല. ഒരു ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇദാ സമീഅതും സിയാഹദ്ദീഖത്തി ഫസലുല്ലാഹ മിൻ ഫളിഹി. നിങ്ങൾ പൂവൻ കോഴിയുടെ ശബ്ദം കേൾക്കുകയാണെങ്കിലും കോഴി കൂക്കുന്ന ശബ്ദം കേൾക്കുകയാണെങ്കിലും ഫസലുല്ലാഹ മിൻ ഫളിഹി, അല്ലാഹുവിനോട് ദുആർക്കണം. മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഫളിൽ കിട്ടാൻ വേണ്ടി, അള്ളാഹുവിന്റെ ഔദാര്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആരോട് ദ്വാരക്കണം? അള്ളാഹു ദ്വാരക്കണം. എന്താണ് കാരണം? ഫൈന്നഹാ റാസ് മലക്ക, അതൊരു മലക്കനെ കണ്ടിരിക്കുന്നു എന്നാണ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത സ്വഹീഹ് ഹദീസാണ്. ഈ കോഴി, ഒരു പൂവൻ കോഴി ഒരു മലക്കനെ കണ്ടതുകൊണ്ട് ആ സമയത്ത് ദ്വാക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. മലക്കൾ ഇറങ്ങി വരുന്ന സദസ്സിൽ, മലക്കൾ ഉള്ളതായ സദസ്സിൽ, മലക്കൾ കണ്ടുതാരിക്കുന്ന സദസ്സിൽ ഒരു കോഴി കൂവുകയാണെങ്കിലും ആ സമയത്ത് ദ്വാരക്കുകയാണെങ്കിൽ ദ്വാക്കുന്നുണ്ട്, ഇജാബത്തുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വലാത്തിന്റെ ആ സദസ്സാണ്, ഇൽമു പറഞ്ഞ സദസ്സാണ്, ദിക്ർ പറഞ്ഞ സദസ്സാണ്, ഇസ്തിഗ്ഫാർ പറഞ്ഞ സദസ്സാണ്. നിർബന്ധമായും എത്രയോ ലക്ഷക്കണക്കിന് മലക്കുകൾ ഇവിടെ കൂടിയിട്ടുണ്ടാവുമെന്ന് യാതൊരു സംശയമില്ല. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞിരിക്കുകയാണ്, ഇല്ലാ ഹബ്ബത്തുൽ മലായിക. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദുആക്ക് ഇജാബത്തുള്ള, ഇജാബത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന സദസ്സാണ് അല്ലാഹു. ആ സദസ്സിൽ, ഈ സദസ്സിൽ അല്ലാഹു ആക്കി തരുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാമൊക്കെ മരിക്കാനുള്ളതായിരിക്കുന്ന ആൾക്കാരാണ്. എങ്ങനെയുള്ളതായിരിക്കുന്ന ആൾക്കാരൊക്കെ മരിക്കുന്ന ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട പിന്നെ സാദി ഉസ്താദും അതുപോലെ അത്താഉല്ലാഹ് ഉസ്താദൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഞാനത് നിൽക്കുന്ന അർഹനായ ആളല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും താണതായിരിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. ഒരു കഴിവോ ഒരു ഇൽമോ എനിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അല്ലാഹു അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുത്താൻ വേണ്ടി തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഒരവസരം സദസ്സിലിരിക്കുകയാണ്. സഹാബത്തിനോട് പറയുന്നു, വ സഹാബ യഅതി അലൈക്കും മിൻ ഹാദൽ ഫജ്ജി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഈ വഴിയിൽ കൂടി സ്വർഗ്ഗാവകാശിയായിരിക്കുന്ന ഒരാൾ വരാനുണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളും സഹാബത്ത് ഇരിക്കുന്ന സമയത്ത് പറയാണ്, യദ്ഖുലു അലൈക്കും മിൻ ഹാദൽ ഫജ്ജി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗീയ അവകാശി ആളുകൾ ഈ വഴിയിൽ വരാനുണ്ടെന്ന് പറഞ്ഞു. നോക്കുമ്പോഴേക്ക് ഒരു അൻസാരിയായിരിക്കുന്ന ഒരു മനുഷ്യന് ആ വഴിയിൽ കൂടി ഇങ്ങനെ ഒന്നുകൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു. അങ്ങനെ അയാൾ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോയി.
രണ്ടാമത്തെ ദിവസവും മഹാനായ റസൂൽ തങ്ങൾ പറയുന്നു, ഈ വഴിയിൽ കൂടി സ്വർഗീയ അവകാശിയായിട്ട് ഒരു മനുഷ്യൻ നിങ്ങൾ വരാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമതും ഇന്നലെ വന്ന അതേ സഹാബിയാണ് ഇന്നും ആ വഴിയിൽ കൂടി കടന്നു വരുന്നു. മൂന്നാമത്തെ ദിവസവും മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, ഈ വഴിയിൽ കൂടി ഒരു സ്വർഗീയ അവകാശിയായ മനുഷ്യൻ വരാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂന്നാമതും അതേ സഹാബിയാണ് വരുന്നത്. ആ സഹാബക്ക് വലിയ അത്ഭുതമായി. അങ്ങനെ മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ഇയാളെ പറ്റി പഠിക്കാൻ വേണ്ടി പോയി. നമുക്ക് ചിന്തിക്കേണ്ട സംഗതിയാണ്, സ്വർഗം കിട്ടാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? എല്ലാവരും ലക്ഷ്യം അതാണ്, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം. എന്ത് വേണം? നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ സ്വർഗമാണ്. നമുക്ക് എന്ത് വേണം? അങ്ങനെ അദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടി മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹം ഇവിടേക്ക് പോവുകയാണ്, രാത്രി പോവുകയാണ്. അങ്ങനെ ഞാൻ ചുരുക്കി പറയുകയാണ്, പോയിക്കൊണ്ട് പറയുന്നു, സഹാബി, ഞാൻ എന്റെ വീട്ടുകാരുമായി ചെറിയ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് 2-3 ദിവസം നിങ്ങൾ അതിഥിയായിക്കൊണ്ട് ഞാൻ ഇവിടെ താമസിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഞാൻ വീട്ടിൽ പോകുന്നില്ല, നിങ്ങൾ അതിഥിയായിക്കൊണ്ട് നിങ്ങളെ വീട്ടിൽ ഞാൻ താമസിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ആ സഹാബി സമ്മതം കൊടുത്തു. അങ്ങനെ മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു ഈ സഹാബിന്റെ പുരയിൽ 2-3 ദിവസം മുമ്പായി അതിഥിയായി താമസിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തെ പറ്റി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വർഗം കിട്ടാൻ എന്താണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് നോക്കുമ്പോ എല്ലാവരെ പോലെ സാധാരണ നിസ്കരിക്കുന്നുണ്ട്, സാധാരണ ഖുർആൻ ഓതുന്നുണ്ട്, സാധാരണ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. കൂടുതലായി പറയാനൊന്നുമില്ല. എല്ലാവരും ചെയ്തതുപോലെ റവാത്ത് നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ ഖുർആൻ ഓതുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. അല്ലാതെ കൂടുതലായിട്ടൊന്നും അയാളിൽ കാണാൻ സാധിക്കുന്നില്ല. വലിയ അത്ഭുതമായി. 3 ദിവസം നോക്കി, 3 ദിവസം അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവസാനമായിക്കൊണ്ട് മഹാ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു പറയുന്നു, സഹാബി അൻസാരി, ഞാൻ വന്നത് എന്റെ കുടുംബമായി പ്രശ്നമുള്ളത് കൊണ്ടൊന്നല്ല. നിങ്ങളെപ്പറ്റി റസൂലുള്ളാഹി തങ്ങൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്വർഗീയ അവകാശിയാണ്. സ്വർഗീയ അവകാശിയായിരിക്കുന്ന ഒരാള് ഈ വഴിയിൽ കൊണ്ട് പള്ളിയിൽ വരുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്? പഠിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങളെക്കാൾ കൂടുതലായിക്കൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഗൈറ അന്നി, നാം ഒക്കെ മനസ്സിലാക്കേണ്ട ചിന്തിക്കുന്ന സംഗതിയാണ്. ഗൈറ അന്നി ലാ അജിദു അലാ അഹദി മിനൽ മുസ്ലിമീന ഗിസ്സൻ വലാ ഹിഖ്ദൻ അലാ ഖൈരിൻ അതാഹു അല്ലാഹു തആല ഇയ്യാ. നാം ഒക്കെ മനസ്സിലാക്കുന്ന സംഗതിയാണ്. എന്താവുന്നു? അന്നി ലാ അജിദു ഗിസ്സൻ വലാ ഹിഖ്ദൻ അലാ അഹദി മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളായിരിക്കുന്ന ഒരാളുമേലും എനിക്ക് അസൂയയില്ല, ചതിയില്ല, കേടില്ല. അള്ളാഹു ഒരു ഹൈറ് കൊടുത്തു. നമുക്ക് വലിയ അസുഖമാണ്, വലിയ രോഗമാണ്. നമ്മുടെ അയൽവാസി ഹൈറായി പോയാൽ നമുക്ക് തീരെ നമുക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല, വലിയ ബേജാറാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും നന്നായി പോയാൽ നമുക്ക് വലിയ വിഷമമാണ്, വലിയ അസൂയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖൽബ് നാം ശുദ്ധിയാക്കണം. ആരോടും അസൂയയില്ലാത്ത, ആരോടും ചതിയില്ലാത്ത, ആരോടും പണക്കമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത, ആരോടും കേടില്ലാത്ത ശുദ്ധമായ ഖൽബ്. ഈ ഖൽബുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ മഹ്ശറയിൽ നമ്മുടെ മക്കളോ നമ്മുടെ സമ്പത്തോ ഒന്നും ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശുദ്ധമായ ഹൃദയം, സംശുദ്ധമായ ഹൃദയം മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള ഖാലിസായിരിക്കുന്ന, ആരോടും ചതിയില്ലാത്ത, ആരോടും അസൂയയില്ലാത്ത, ആരോടും കേടില്ലാത്ത ശുദ്ധമായ ഹൃദയം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ മഹത്തായ ശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിലേക്ക് വേണ്ടി, അതുപോലെ വരുന്നതായിരിക്കുന്ന സ്ഥലത്തിലേക്ക് വേണ്ടി എത്ര ആളുകൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ സദഖകളും അല്ലാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ. അവർക്കെല്ലാം തക്കതായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ